ഇസ്രയേൽ ഇറാനിൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പുറത്തുവിട്ട തെളിവുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം അമേരിക്ക അഴിച്ചുവിട്ട ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഇറാനെ ചുട്ട് ചാമ്പലാക്കുകയും ചെയ്തതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ നാശനഷ്ടങ്ങളൊന്നും വിലയിരുത്താൻ പറ്റുന്നതല്ല എന്നതാണ്, പ്രത്യേകിച്ച് ഫോർദോ ആണവ നിലയത്തിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ പറ്റാത്തതാണ്. ഫോർദോ ആണവ കേന്ദ്രത്തിൽ ഉൾപ്പെടെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതായും വ്യക്തമാക്കി. മാത്രമല്ല, ഭൂഗർഭ കേന്ദ്രങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്താൻ സാധിച്ചിട്ടില്ല എന്നും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അറിയിച്ചു. മാത്രമല്ല, AIEAയുടെ ബോർഡ് ഓഫ് ഗവേണൻസിന്റെ അടിയന്തര യോഗത്തിൽ വെച്ചാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായതായും ഇവർ വ്യക്തമാക്കി. ഫോർദോ സെന്ററിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണിപ്പോൾ. അത് പരിശോധിച്ചാൽ അതിൽ നിന്നും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതായി മനസ്സിലാക്കാൻ സാധിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഭൂമിക്ക് ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന യുദ്ധ ഉപകരണങ്ങളുടെ പ്രയോഗം കൊണ്ട് സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ സാധ്യതയുള്ള ഗർത്തങ്ങളാണ് ഇവയെന്നും സൂചിപ്പിക്കുന്നു. വ്യോമാക്രമണത്തിൽ അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്ന സ്ഫോടനാത്മക പെലോഡുകളും ട്രാൻസ്ഫ്യൂജുകളും എല്ലാം തന്നെ കനത്ത വൈബ്രേഷൻ സെൻസിറ്റീവ് സ്വഭാവവും കണക്കിലെടുക്കുമ്പോൾ വിവരിക്കാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളതായും ഇവർ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം US ആധുനിക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതും